ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇന്നൊരു കാര്യം പറയാമെന്നാണ്. അതായത് പഴയ വണ്ടികൾക്ക് E20 പെട്രോൾ, ഇപ്പോൾ E20 20 ബ്ലെൻഡ് വരുന്ന പെട്രോൾ ആണല്ലോ നമുക്ക് വരിക. അപ്പോൾ E20 പെട്രോൾ നിങ്ങളുടെ വണ്ടിക്ക് എങ്ങനെ ബാധിക്കുന്നു എന്ന് ഞാൻ പറയാം. എന്റെ കേസിൽ ഞാൻ പറയാം, ഇത് 10-11 വർഷം പഴക്കമുള്ള സ്വിഫ്റ്റ് ആണ്, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ വണ്ടിക്ക് ഇപ്പോൾ E20 പെട്രോൾ ഒഴിക്കുന്നത് വഴി എന്റെ വണ്ടിക്ക് സാധാരണഗതിയിൽ പലരും പറഞ്ഞു കേട്ടു 10% മൈലേജ് ഡ്രോപ്പ് വരുന്നത്. എന്റെ പേഴ്സണലി ഇത് പറയാം, വണ്ടിക്ക് 20 to 30% മൈലേജ് ഡ്രോപ്പ് ഉണ്ട്. വണ്ടിക്ക് കാര്യമായിട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ല. ഉണ്ടായിരുന്ന ഫുൾ ചെക്ക് ചെയ്തു. വണ്ടി പഴക്കമുള്ള വണ്ടിയാണ്. എന്തെങ്കിലും ഞാൻ പറയാം, 4 സ്പാർക്ക് പ്ലഗ് മാറി, വണ്ടിയുടെ ഫ്യൂൽ ലൈൻ ചെക്ക് ചെയ്തു, ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടും മൈലേജ് ഡ്രോപ്പാണ്. ഞാൻ ഓർത്ത് ഇനി എന്റെ വണ്ടിയുടെ മാത്രം അതല്ല, കംപ്ലൈന്റ് ഇല്ല എന്നുള്ള പല സ്വിഫ്റ്റും നോക്കുമ്പോൾ സ്വിഫ്റ്റിന് മൈലേജ് എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കുക. എല്ലാവരും പറയുന്നത് 15 മുകളിൽ കെട്ടിക്കൊണ്ടിരുന്ന വണ്ടിക്ക് 12, 11 അല്ലെ 17, ഈ വണ്ടിക്കൊക്കെ ഒരു ആവറേജ് 17-18 മൈലേജ് ഓടിക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നിലവിൽ അതൊരു 12, 13, ചില സമയം അങ്ങേറ്റം പോയാൽ മാക്സിമം ഒരു 15 അത്രയൊക്കെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് ഒരു ഫാക്ടറായിട്ട് വന്ന് തോന്നിയപ്പോഴാണ് പെട്രോളിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ പലരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോകൾ കണ്ടു. E20 പെട്രോൾ 10% മൈലേജ് ഡ്രോപ്പ് പഴയ വണ്ടികൾക്ക് വരുള്ളൂ. പഴയതിന് അത്രയൊന്നുമല്ല, 20 to 30% മൈലേജ് ഡ്രോപ്പ് വരുന്നുണ്ട്. പുതിയ വണ്ടികൾക്ക് E20 വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പം BS6 വണ്ടികൾക്ക് E20 വലിയ പ്രോബ്ലം അല്ല. BS3, BS4 വണ്ടികൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ മൈലേജ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ കണ്ടന്റ് ഇഷ്ടമായിട്ട് മസ്റ്റായിട്ട് ഫോളോ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ മറക്കില്ല. അപ്പോൾ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. അതായിരിക്കും ബൈ.